الله أكبر الله أكبر الله أكبر أكبر. أشهد أن لا إله إلا الله. أشهد أن لا أشهد أن محمدًا رسول الله. أشهد أن محمدًا رسول الله. حي على الصلاة. حي على حي على الفلاح. حي على الله أكبر الله أكبر. لا إله إلا الله. السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له
وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين قالوا ربنا غلبت علينا شقوتنا وكنا قوما ضالين ربنا أخرجنا منها فإن عدنا فإنا ظالمون قال اخسئوا فيها ولا تكلمون إنه كان فريق من عبادي يقولون ربنا آمنا فاغفر لنا وارحمنا وأنت خير الراحمين فاتخذتموهم سخريا حتى أنساكم ذكري وكنتم منهم تضحكون إني جزيتهم اليوم بما صبروا أنهم هم الفائزون गुज़श्ता जुमे के खुतबे में मैंने हज़रत मसीह मौऊद अलैहिस्सलाम കഴിഞ്ഞ ഖുത്ബയിൽ इक़्तिबास के हवाले से ഖുത്ബയുടെ പ്രാരംഭത്തിൽ തന്നെ इब्तिदा ഞാൻ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരു ഉദ്ധരണിയുടെ വെളിച്ചത്തിൽ दुआ किया है दुआ से किस तरह तसल्ली और सकीनत मिलती है ദുആ എന്താണെന്നും दुआ की फिलॉसफी क्या है ദുആ മുഖേന എങ്ങനെ സംതൃപ്തിയും ആശ്വാസവും ലഭിക്കുന്നു എന്നും मांगने के ദുആയുടെ ഫിലോസഫി എന്താണ്, എങ്ങനെ ദുആ ചെയ്യണം എന്നുമെല്ലാം പറഞ്ഞിരുന്നു. ദുആ ചെയ്യുമ്പോൾ असल में तो दुआ ഒരു വിശ്വാസി സ്വീകരിക്കേണ്ട മാനദണ്ഡങ്ങൾ എന്തെല്ലാമാണെന്നും വിവരിച്ചിരുന്നു. ദുആയുടെ തത്വജ്ഞാനം जो हज़रत मसीह मौऊद अलैहिस्सलाम വിശുദ്ധ ഖുർആൻ വിവരിച്ചിട്ടുള്ളതാണ്. खुदा ताला से इल्म पाकर അത് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൽ നിന്നും അറിവ് കരസ്ഥമാക്കി നമ്മുടെ മുമ്പാകെ വിശദീകരിച്ച് പറഞ്ഞു തന്നിരിക്കുകയാണ്. बाज ഇത് സംബന്ധമായി ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ जो बड़े മറ്റു ചില ഹ്രസ്വമായ നിർദ്ദേശങ്ങളുണ്ട്. हैं लेकिन दुआ करने और दुआ की हकीकत जानने के ഇത് മുഖേന ദുആയെക്കുറിച്ചും ദുആയുടെ യാഥാർത്ഥ്യത്തെക്കുറിച്ചും एक इंसान അറിയാനുള്ള മാർഗങ്ങളാണ് അതിനുള്ളത്. ആ മാർഗങ്ങൾ സ്വീകരിച്ചുകൊണ്ട് हकीकत जानने ഒരു വ്യക്തിക്ക് ദൈവസാമീപ്യം കരസ്ഥമാക്കാനും ദുആയുടെ യാഥാർത്ഥ്യം അറിയാനും സാധിക്കുന്നതാണ്. हैं ഹസ്രത്ത് कबूलियत के लिए മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ഒരു സദസ്സിൽ പറയുന്നു, इंसान ദുആ സ്വീകാര്യതയ്ക്കായി മനുഷ്യൻ തന്നിൽ ഒരു പരിശുദ്ധ മാറ്റം ഉണ്ടാക്കേണ്ടതും से नहीं बच सकता അനിവാര്യമാണ്. और खुदा ताला की हदूद को तोड़ തിന്മയിൽ നിന്നും രക്ഷപ്പെടാൻ तो दुआओं में കഴിയാതിരിക്കുകയും नहीं रहता
അള്ളാഹുവിന്റെ അതിർവരമ്പുകളെ ലംഘിക്കുകയും ചെയ്യുകയാണെങ്കിൽ ദുആയിൽ ഒരു സ്വാധീനവും ഉണ്ടാവുകയില്ല. अल्लाह ताला से ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം മറ്റൊരു സ്ഥലത്ത് പറയുന്നു, അള്ളാഹുമായുള്ള ബന്ധത്തിന് ഒരു തരം ലയനം പ്രാപിക്കൽ ആവശ്യമാണ്. अपनी जमात को इस पर कायम होने के ഈ ഒരവസ്ഥയിൽ എത്തിച്ചേരാൻ നാം നമ്മുടെ ജമാഅത്തിനോട് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. और उसकी मोहब्बत दिलों से ഏതുവരെ ഭൗതികതയിൽ നിന്നുള്ള വിച്ഛേദനവും फितरतों में ഭൗതിക സ്നേഹം തണുത്തുകൊണ്ട് അള്ളാഹുവിനായി മനുഷ്യപ്രകൃതത്തിൽ സ്വയം ഒരു ആവേശവും വിലയം പ്രാപിക്കലും ഉണ്ടായിത്തീരുന്നില്ലയോ, അതുവരെ സ്ഥിരത കരസ്ഥമാകുന്നതല്ല. बंदे और खुदा के ताल्लुक ദൈവവും മനുഷ്യനുമായുള്ള ബന്ധം നിലനിർത്തുന്നതിനും इस അതിനെ ശക്തിപ്പെടുത്തുന്നതിനും സ്വയം ഒരു ആവേശം ഉണ്ടായിത്തീരേണ്ടതാണ്. അതുകൊണ്ട് ഈ പ്രകൃതിദത്തമായ ആവേശം ഉണ്ടാക്കാനും रखने അള്ളാഹുവിലേക്ക് എപ്പോഴും ശ്രദ്ധ തിരിക്കാനും की फितरी जोश पैदा हो നാം എപ്പോഴും പരിശ്രമിക്കേണ്ടതാണ്. अल्लाह ताला से दुआ मांगते हुए ഈ ഒരു ആവേശം ഉണ്ടാകുന്നതും അള്ളാഹുവിന്റെ കൃപയോടുകൂടിയാണ്. इस्लाम एक जगह फरमा ദുആ ചെയ്യുന്നതിലൂടെയാണ് ഇതും ലഭിക്കുന്നത്. में जो മറ്റൊരു സ്ഥലത്ത് പറയുന്നു, जो की जावे അള്ളാഹുവിന്റെ സവിധത്തിലേക്ക് असर होता है തിരിഞ്ഞുകൊണ്ട് ദുആ ചെയ്യുമ്പോൾ चाहिए അതിൽ അത്യത്ഭുതമായ സ്വാധീനം ഉണ്ടാകുന്നു. खुदाई की तरफ से आता എന്നാൽ ദുആയുടെ സ്വീകാര്യതയും है एक वक्त होता ദൈവത്തിൽ നിന്നാണ് കരഗതമാകുന്നതെന്ന കാര്യം ഓർമ്മ വെക്കേണ്ടതാണ്. ദുആ സ്വീകാര്യതക്കും ഒരു സമയമുണ്ട്. ഏതുപോലെ പകലിന് ഒരു പ്രത്യേകതയുണ്ടോ, ആ പ്രത്യേകത മറ്റു സമയങ്ങൾക്കില്ല. है भी बाज औकात ഇതേപോലെ ദുആക്കും ചില അവസരങ്ങളുണ്ട്. असर पैदा होता അതിൽ സ്വീകാര്യതയും സ്വാധീനവും ഉണ്ടാകുന്നു. है सुबह के वक्त ताजा മനുഷ്യൻ ഒരു ജോലി പകൽ ഉന്മേഷത്തോടെ തുടങ്ങുന്നു. आजकल के उन लोगों की അതിന്റെ നല്ല ഫലങ്ങളും പ്രകടമാകുന്നു. എന്നാൽ ഇക്കാലത്ത് ചിലർ രാത്രി ദീർഘനേരം ഇന്റർനെറ്റിന്റെയോ ടിവിയുടെയോ മുമ്പിൽ ഇരുന്നുകൊണ്ട് അതല്ലെങ്കിൽ മറ്റു ഭൗതിക പ്രവർത്തികളിൽ മുഴുകിക്കൊണ്ട് पूरी नहीं होती सुबह രാത്രിയിൽ അവർ വൈകി ഉറങ്ങുന്നു. और फिर जदी രാത്രിയിൽ ഉറക്കം അവർക്ക് മതിയാകുന്നില്ല. എന്നാൽ രാവിലെ പകുതി മയക്കത്തിൽ എഴുന്നേൽക്കുന്നു. ആ അവസ്ഥയിൽ നമസ്കരിച്ചാൽ തന്നെ എന്ത് നമസ്കാരമായിരിക്കും, चाहे दुनियादार മറ്റു പ്രവർത്തനങ്ങളിൽ എന്ത് ബർക്കത്താണ് ഉണ്ടാവുക. ഓരോരുത്തരും അവർ ഭൗതിക പ്രവർത്തികൾ ചെയ്യുന്നവരാണെങ്കിൽ കൂടി തങ്ങളുടെ പ്രവർത്തനം ഊർജിതമാക്കുന്നതിനായി നവോന്മേഷത്തോടെ പ്രവർത്തിക്കാനാണ് ഇഷ്ടപ്പെടുക. അത് മുഖേന പൂർണ്ണ ശ്രദ്ധയോടുകൂടി അവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നതാണ്. അതിന്റെ സൽഫലങ്ങൾ പ്രകടമാകുന്നതാണ്. പറയുന്നു, നിങ്ങളുടെ ദുആ സ്വീകാര്യതയുടെ അവസരം ഏതാണെന്നും നിങ്ങൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. फिर हज़रत मसीह अलैहिस्सलाम एक जगह ദുആ സ്വീകാര്യതയുടെ ആ അവസ്ഥ എപ്പോഴാണ് ഉണ്ടായിത്തീരുന്നതെന്നും അന്വേഷിക്കേണ്ടതാണ്. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം മറ്റൊരു സ്ഥലത്ത് പറയുന്നു, പ്രയാസങ്ങൾ ഉള്ളപ്പോൾ ഭയപ്പെടുന്നത് പോലെ സമാധാനാവസ്ഥയിലും ഭയപ്പെടുന്ന വ്യക്തിയിൽ അള്ളാഹുവിന്റെ കാരുണ്യം വർഷിക്കുമാറാകട്ടെ. खुदा को नहीं भुलाता खुदा സമാധാന കാലത്ത് അള്ളാഹുവിനെ മറക്കാത്തവനെ പ്രയാസങ്ങളുടെ കാലത്ത് അള്ളാഹു മറന്നുകളയുകയില്ല. को ऐश में सब बसर करता है എന്നാൽ സമാധാന കാലത്തെ സുഖാഡംബരങ്ങളിൽ തള്ളി നീക്കുകയും പ്രയാസകാലത്ത് ദുആ ചെയ്യുകയും ചെയ്യുന്നവന്റെ ദുആയും സ്വീകരിക്കപ്പെടുന്നതല്ല. कबूल नहीं होती जब अजाब इलाही का नज़ूल होता है तो तौबा का दरवाजा बंद हो जाता है बस क्या ही सईद वो है जो ദൈവശിക്ഷ ഇറങ്ങി തുടങ്ങുമ്പോൾ പശ്ചാത്താപത്തിന്റെ കവാടം കൊട്ടിയടക്കപ്പെടുന്നതാണ്. है ദൈവശിക്ഷ ഇറങ്ങുന്നതിന് മുമ്പേ ദുആയിൽ മുഴുകുകയും ദാനധർമ്മങ്ങൾ നൽകുകയും ദൈവകൽപ്പനകളെ പ്രാവർത്തികമാക്കാൻ പരിശ്രമിക്കുകയും ദൈവ സൃഷ്ടികളോട് ദയ കാണിക്കുകയും ചെയ്യുന്നവൻ സൗഭാഗ്യവാനാണ്. लाता है അവൻ തന്റെ പ്രവർത്തനങ്ങളെ ഭംഗിയാക്കി നിർവഹിക്കുന്നു. സൗഭാഗ്യത്തിന്റെ ലക്ഷണങ്ങൾ ഇതുമാണ്. വൃക്ഷം അതിന്റെ ഫലം കൊണ്ട് തിരിച്ചറിയപ്പെടുന്നതാണ്. शकी की शनाख्त भी ഇതുപോലെ സൗഭാഗ്യവാനെയും ദുഷ്ടനെയും തിരിച്ചറിയുവാനും എളുപ്പമാണ്. फितरत के नेक अमल उस फल की तरह है നല്ല വ്യക്തിയുടെ സൽപ്രവർത്തികൾ മധുരഫലം പോലെയാണ്. അത് നല്ല രുചിയുള്ളതായിരിക്കും. അത് രുചിച്ചുകൊണ്ട് അതിന്റെ മരം നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാൻ കഴിയും. शकी वो बदबख्त इंसान है जिसके अमल ना अल्लाह ताला എന്നാൽ करने वाले हैं ദുഷ്ടന്റെ പ്രവർത്തനം ही उसके बंदों का हक अदा करने वाले हैं ദൈവത്തിന്റെ കടമ നിറവേറ്റുന്നതോ
സൃഷ്ടികളുടെ കടമകൾ നിറവേറ്റുന്നതോ ആയിരിക്കുകയില്ല. അത് കയ്പുള്ളതും ദുർഗന്ധമുള്ളതുമായ ഫലം പോലെയായിരിക്കും. इसलिए അള്ളാഹുമായുള്ള ബന്ധം സ്ഥാപിക്കുന്നതിനെക്കുറിച്ച് കൂടുതൽ അറിവ് നമുക്ക് ഉണ്ടായിത്തീരുന്നതിനാണ് ഈ ഉദ്ധരണികൾ ഞാൻ കേൾപ്പിച്ചത്. उसलूब और तरीके അതോടൊപ്പം ദുആ ചെയ്യേണ്ട രീതിയും ശൈലിയും നമുക്കറിയാനും तो जो നമ്മുടെ സംസ്കരണത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിയാനും को देखकर നല്ലതും ചീത്തയും തിരിച്ചറിഞ്ഞ് सालिया की സൽപ്രവൃത്തിയിലേക്ക് നാം ശ്രദ്ധിക്കുന്നവരും हमें പ്രാർത്ഥനയുടെ യഥാർത്ഥ മാർഗം അവലംബിച്ചുകൊണ്ട് सही तरीके നാം പ്രാർത്ഥിക്കുന്നവരായി മാറാനും അങ്ങനെ ദുനിയാവിലുള്ള ഹസനാത്തുകൾ കരസ്ഥമാക്കുന്നവരും उन लोगों में ആഖിറത്തിലെ ഹസനാത്തുകൾ जो दुनिया के കരസ്ഥമാക്കുന്നവരും ആയി നാം മാറാനും വേണ്ടിയാണ് ഞാനിത് കേൾപ്പിച്ചത്. ताकि हम जाती और जमाती मकासद के हसूल അങ്ങനെ വ്യക്തിപരവും ജമാഅത്ത് തലത്തിലുമുള്ള നമ്മുടെ ലക്ഷ്യങ്ങൾ കരസ്ഥമാക്കുന്നതാണ് जिसे एक मुसलमान അള്ളാഹുവിന്റെ കൃപാ കടാക്ഷത്തിന് അർഹരായി തീരുകയും ചെയ്യുന്നതാണ്. वसल्लम की आशिक सादक को माना है। തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യഥാർത്ഥ പ്രേമിയെ അംഗീകരിക്കുകയും കാലഘട്ടത്തിന്റെ ഇമാമിന്റെയും വാഗ്ദത്ത മഹദി മസീഹിന്റെയും ബയ്യത്തിൽ ഉൾപ്പെടുകയും ചെയ്ത ഒരു വിശ്വാസി മനസ്സിലാക്കിയിരിക്കേണ്ട സുപ്രധാന വിഷയമാണിത്. अमल करने की ഈ കാര്യങ്ങൾ മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും നാം പരിശ്രമിക്കേണ്ടതാണ്. ഇത് മുഖേനയാണ് യഥാർത്ഥ വിശ്വാസി ആരാണെന്നും വിശ്വാസത്തിന്റെ പൊള്ളയായ വാദം उसमें ഉന്നയിക്കുന്നവൻ ആരാണെന്നും വേർതിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. कौन है जो सिर्फ मोमिन होने का दावा करता है। कुरान करीम ने യഥാർത്ഥ വിശ്വാസി ആരാണ്, വിശ്വാസി ആണ് എന്ന് വാദിക്കുന്ന ആരാണ് എന്നും വേർതിരിച്ചറിയുന്നതാണ്. വിശുദ്ധ ഖുർആൻ വിവിധ സ്ഥലങ്ങളിൽ ദുആ എന്ന വിഷയം പ്രതിപാദിച്ചിട്ടുണ്ട്. അത് ഉൾക്കൊള്ളാൻ നാം ശ്രമിക്കേണ്ടതാണ്. हमें അതിന് നമുക്ക് ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ വീക്ഷണകോണിലൂടെ ഇതിനെയെല്ലാം കാണേണ്ട ആവശ്യമുണ്ടെന്ന് ഞാൻ പറയുന്നതും അതിനാണ്. करने के तरीके को ഇതു മുഖേന ദുആയുടെ രീതിയും അതിന്റെ തത്വവും മനസ്സിലാക്കിക്കൊണ്ട് ദുആയിലേക്ക് ശ്രദ്ധിക്കുന്നവരായി നാം മാറുന്നതാണ്. और ना सिर्फ ദുആയിൽ ശ്രദ്ധിക്കുന്നവർ മാത്രമായാൽ പോരാ, ഫലപ്രദമായ പ്രാർത്ഥനകൾക്കായി പരിശ്രമിക്കുന്നവരായി നാം മാറേണ്ടതാണ്. करने वाले हों जिनका नतीजा निकलता हो। ദുആയുടെ ഫലം പ്രകടമാകുന്ന തരത്തിൽ ദുആ ചെയ്യുന്നവരായി നാം മാറണം. ഇതില്ലാത്ത ജീവിതം അർത്ഥശൂന്യമാണ്. अपनी जिंदगियां ഫലപ്രദമായ ദുആ മനുഷ്യന് തന്റെ ജീവിത സാക്ഷാത്കാരത്തിന് അനിവാര്യമാണ്. നാം ആരാധിക്കേണ്ടതിന്റെയോ അവനോട് യാചിക്കുകയോ ചെയ്യേണ്ട ആവശ്യം അള്ളാഹുവിനില്ല. അള്ളാഹുവിന്റെ കൽപ്പനപ്രകാരം ദുആ ചെയ്യേണ്ടതിന്റെ ആവശ്യം, हुक्म के ഫലം നൽകുന്ന പ്രാർത്ഥനയുടെ ആവശ്യം നമുക്കാണുള്ളത്. मुताबिक लाने वाले दुआओं की हमें जरूरत है, ना कि खुदा ताला को। അള്ളാഹുവിന് ഇതിന്റെയൊന്നും वो तो बेनियाज, ആവശ്യമില്ല. इसीलिए खुदा ताला फरमाता അവൻ നിരാശ്രയനാണ്. है, हाँ हजरत सल्लल्लाहु अलैहि वसल्लम അതുകൊണ്ടാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് से कर दो ഇപ്രകാരം വിളംബരപ്പെടുത്താനായി അള്ളാഹു പറഞ്ഞത്, നീ പ്രകാരം പ്രഖ്യാപിക്കുക, ഖുൽ മാ യഅബു ബിക്കും റബ്ബി ലൗലാ ദുആഉക്കും. मेरा रब तुम्हारी परवाह ही क्या करता है अगर तुम्हारी നീ പറയുക, परवाह न हो। നിങ്ങളിൽ നിന്ന് ദുആ ഇല്ലെങ്കിൽ എന്റെ നാഥൻ നിങ്ങൾ എന്ത് വിലവെക്കാനാണ്. मसीह अलैहिस्सलाम फरमाते हैं कि काम ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, को फायदा पहुंचाए, लेकिन യഥാർത്ഥ ഭക്തൻ മറ്റുള്ളവർക്ക് ഗുണം എത്തിക്കുന്നവനാണ്. എന്നാൽ ഈ ആയത്തിൽ അതിനെ ഒന്നുകൂടി വിശദീകരിച്ച് പറഞ്ഞിരിക്കുകയാണ്, अगर तुम लोग നിങ്ങൾ നിങ്ങളുടെ നാഥനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ मेरा रब तुम्हारी എന്റെ നാഥൻ നിങ്ങളെ എന്ത് വില വെക്കാനാണ്. या फरमाया कि दूसरे अल्फाज में यूं कह ഇവിടെ कि वो മറ്റു വിധത്തിൽ നാം പറയുകയാണെങ്കിൽ वालों की परवाह करता है। ഭക്തദാസനെ അവൻ വിലമതിക്കുന്നു എന്നാണ്. ദുആ ചെയ്യുന്നവരെ അവൻ വിലമതിക്കുന്നു എന്നാണ്. अल्लाह ताला से अगर അതിനാൽ अपनी അള്ളാഹുമായി നാം तकमील करवानी है, ബന്ധം സ്ഥാപിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, नाकामी के നമ്മുടെ സദുദ്ദേശങ്ങളെ പൂർത്തീകരിക്കണമെന്ന് നാം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ശത്രുക്കളുടെ പരാജയ ദൃശ്യം
കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് യഥാർത്ഥ ഭക്തദാസരായി തീരേണ്ടതിലേക്കും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. हमें അതിനായി പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു. നമുക്കെല്ലാവർക്കും ശരിയായ ഭക്തദാസരായി തീരാൻ അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. ആ ഒരാത്മാവ് അള്ളാഹു നമ്മിൽ ഉണ്ടാക്കട്ടെ. അങ്ങനെ ശത്രുക്കളുടെ മോശമായ പര്യവസാനം കാണുന്നവരായി നാം മാറട്ടെ. ഹദ്റത്ത് वो लोग മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് मोहम्मद തങ്ങളുടെ ഹൃദയത്തിൽ दुश्मनी ശത്രുതയും വിദ്വേഷവും പകയും കുത്തിനിറച്ചിരിക്കുകയാണ് ശത്രുക്കൾ. है कि जिसकी इंतहा कोई नहीं रही അത് पाकिस्तान में അതിരുകളെല്ലാം ലംഘിച്ചിരിക്കുന്നു. പാകിസ്ഥാനിലും ഇന്ത്യയിലെ ചില പ്രദേശങ്ങളിലും कि छोटे അവർക്ക് സ്വാധീനമുള്ള മുസ്ലിം ആഫ്രിക്കൻ രാജ്യങ്ങളിലെ ചില പ്രദേശങ്ങളിലും എല്ലാ രീതിയിലുമുള്ള മ്ലേച്ഛത അവരിൽ നിന്നും പ്രകടമായി കൊണ്ടിരിക്കുകയാണ്. के मुल्ला और नाम निहाद उलमा ही हैं ഇതിന്റെ മുൻനിരയിൽ നാമധാരികളായ പാകിസ്ഥാൻ മുല്ലാവർഗം തന്നെയാണുള്ളത്. के खिलाफ ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെതിരിൽ അത്യധികം നീചവും നിർലജ്ജവുമായ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് എല്ലാ മാർഗവും അവർ അവലംബിക്കുകയാണ്. के അഹ്മദികളുടെ ഹൃദയങ്ങളെ ഇത് കാരണം കൊത്തി നുറുക്കിക്കൊണ്ടിരിക്കുകയാണ് അവർ. हज़रत मसीह मौऊद अलैहिस्सलाम से അഹ്മദികൾ ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ സ്നേഹിക്കുന്നതും അദ്ദേഹത്തോട് കൂറ് പുലർത്തുന്നതും वसल्लम के എല്ലാം തന്നെ ആ മഹാത്മാവ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ പ്രേമി ആയതുകൊണ്ടാണ്. ये അഹ്മദികളിൽ ആരോപിക്കപ്പെടുന്ന കുറ്റം ഇതാണ്. ഈ കൂറിന്റെയും സ്നേഹത്തിന്റെയും ബന്ധം इश्क मोहम्मद അഹ്മദികൾ ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് വെക്കുന്നത് ഇക്കാലത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള യഥാർത്ഥ പ്രേമം നമ്മുടെ ഹൃദയങ്ങളിൽ ഇട്ടുതന്നത് ആ മഹാത്മാവാണ്. इस्लाम से मोहब्बत യഥാർത്ഥ തൗഹീദ് എന്താണെന്നും की तौहीद का അതിന്റെ പൊരുൾ എന്താണെന്നും ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ആണ് ഇക്കാലത്ത് നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് നാം അദ്ദേഹവുമായി ബന്ധപ്പെടുന്നതും. दुश्मनी की वजह से അതിനാൽ अपनी हदों को फुलाने ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനോടുള്ള ശത്രുത കാരണം തങ്ങളുടെ അതിക്രമത്തിൽ അതിരുകടക്കുന്നവർ പോരാടുന്നത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യഥാർത്ഥ പ്രേമിയോടും अल्लाह ताला की അള്ളാഹുവിന്റെ തൗഹീദിലേക്ക് मुनादी कर ജനങ്ങളെ ക്ഷണിക്കുന്ന വ്യക്തിയോടുമാണ്. उस बंदे से है जिसकी അള്ളാഹു പരിഗണിക്കുന്ന വ്യക്തിയോടാണ് ഇവർ പോരിന് പുറപ്പെട്ടിരിക്കുന്നത്. आबिद की परवाह करते ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതുപോലെ ഭക്തദാസരെ അള്ളാഹു വിലമതിക്കുന്നതാണ്. आबिद को ഇക്കാലത്ത് ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനേക്കാളും വലിയ ആബിദ് മറ്റാരുമില്ല. का हर अंजाम देखते आए ഭൂതകാലത്തും ശത്രുക്കളുടെ ദൈവകോപത്താലുള്ള പര്യവസാനം നാം കണ്ടതാണ്. ഇക്കാലത്തും നാം കണ്ടുകൊണ്ടിരിക്കുന്നു. പാകിസ്ഥാനിലും ഇങ്ങനെയുള്ള എത്രയോ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. कि अल्लाह അശ്ലീലങ്ങൾ തൊടുത്തുവിടുന്ന ऐसे तरीके से പലരെയും അള്ളാഹു എങ്ങനെയാണ് പിടിച്ചു ശിക്ഷിച്ചതെന്ന് പലർക്കും പാഠമായി തീർന്നിട്ടുണ്ട്. പാകിസ്ഥാനിലും ഈ അടയാളങ്ങൾ बायस കാണുന്നുണ്ട്. है पाकिस्तान में भी അത് മറ്റുള്ളവർക്ക് പാഠമായിട്ടുണ്ട്, പാഠമായിക്കൊണ്ടിരിക്കുന്നു. जगहों के नाम तो नहीं लेता जहां ऐसे वाकयात हुए हैं ഞാൻ ഈ സംഭവങ്ങൾ നടന്ന दरीदा വ്യക്തികളുടെ പേരുകൾ പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നില്ല. वालों को അശ്ലീലങ്ങൾ തൊടുത്തുവിടുന്നവരെ അള്ളാഹു പിടിച്ച് ശിക്ഷിക്കുകയുണ്ടായി. ഇവർ പല രീതിയിൽ कई किस्म के ആരോപണങ്ങൾ करने वाले हैं ഉന്നയിക്കുന്നവരാണ്. नेक पारसात है जिनको ഇവർ ജനങ്ങളുടെ മുമ്പിൽ വലിയ ഭക്തരായി ഗണിക്കപ്പെട്ടവരായിരുന്നു. इल्जाम है बल्कि जुर्म അങ്ങനെയുള്ളവർ വലിയ ആരോപണങ്ങൾക്ക് വിധേയരായി. अपने लोगों ने ആരോപണങ്ങൾക്ക് വിധേയരാകുക മാത്രമല്ല, थे വലിയ കുറ്റകൃത്യങ്ങളിൽ അകപ്പെട്ടുകൊണ്ട് അവരെ വലിയ ഭക്തരാണെന്ന് ധരിച്ചു വെച്ചിരുന്ന ജനങ്ങൾ തന്നെ या फिर ये भी हुआ है അവരെ അപമാനിതരാക്കിക്കൊണ്ട് ആ പ്രദേശത്ത് നിന്ന് ഓടിച്ചുവിടുകയുണ്ടായി. इनकी മറ്റു രീതിയിൽ അള്ളാഹു അവരുടെ നിന്ദ്യത പ്രകടിപ്പിച്ചുകൊണ്ട് अहमदियों के ईमान को അവരുടെ അനുയായി വൃന്ദത്തെ ലജ്ജിതരാക്കുകയും
ऐसी അഹമ്മദികളുടെ വിശ്വാസത്തെ സുദൃഢപ്പെടുത്തുകയും ചെയ്തു. पे करने वालों ने की हैं। ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആക്ഷേപിക്കുന്നവർ വളരെ തരംതാണ പ്രവർത്തികൾ ചെയ്യുകയുണ്ടായി. ഇത് സംബന്ധമായി ചിലർ എനിക്ക് കത്തയക്കാറുണ്ട്. പത്രങ്ങളിലും ചിലപ്പോൾ വാർത്തയായി വരാറുണ്ട്. അവ ഇവിടെ എനിക്ക് വിവരിക്കാൻ പോലും കഴിയാത്തതാണ്. എന്തുമാത്രം നീചമായ പ്രവൃത്തിയാണ് ഇവരുടേത്! എത്ര ലജ്ജാകരമായ ചിന്താഗതിയാണ് ഇവരുടേത്! या तो बेहिस्सा കാലഘട്ടത്തിലെ ഇമാമിനോടാണ് ഈ രീതിയിൽ ശത്രുത വെക്കുന്നത്. പാകിസ്ഥാനിലെ പൊതുജനങ്ങളിൽ ഭൂരിഭാഗവും നിർവികാരമുള്ളവരായി മാറിയിരിക്കുന്നു. അതല്ലെങ്കിൽ അവർ ഭയചകിതരാണ്. ഇന്ത്യയിലെ ചില പ്രദേശങ്ങളിലും അവസ്ഥ ഇത് തന്നെ. ഇതെല്ലാം കണ്ടിട്ടും ഇവരൊന്നും പാഠം ഉൾക്കൊള്ളുന്നില്ല. जिल्लत जो हो रही है या होती है ഈ നാമധാരികളായ कि ഇസ്ലാം സ്നേഹികൾക്ക് ഇത്രമാത്രം നിന്ദ്യത അനുഭവിക്കേണ്ടി വരുന്നത് ദൈവത്തിന്റെ വരിട്ടദാസനോട് പുലർത്തുന്ന ശത്രുത കാരണമാണ്. ഈ കാര്യത്തിൽ മാത്രം അവർ ചിന്തിക്കുകയാണെങ്കിൽ ഇതുതന്നെ അവർക്ക് പാഠം ഉൾക്കൊള്ളാൻ മതിയാകുന്നതാണ്. എന്നാൽ जैसा कि मैंने ലോകത്തിന്റെ മറ്റു രാജ്യങ്ങളിൽ ഞാൻ പറഞ്ഞതുപോലെ जब मुसलमान ആഫ്രിക്കയിലും ശത്രുതയുണ്ട്. की जब ये घटिया हालत देखते അവിടെ മുസ്ലിങ്ങൾ തങ്ങളുടെ ഉലമാവർഗത്തിന്റെ തരംതാണ അവസ്ഥ കാണുമ്പോൾ അവർ അഹമ്മദിയത്തിലേക്ക് തിരിയുന്നു. वहाँ की हालत देख പല പ്രദേശത്തും ഇത് നടക്കുന്നുണ്ട്. ആഫ്രിക്കയിൽ അഹമ്മദിയത്ത് വ്യാപിച്ചത് തന്നെ ജനങ്ങൾ അവരുടെ മൗലവിമാരുടെ അവസ്ഥ കണ്ട് ശരിയായ ദീൻ അന്വേഷിച്ചത് കണ്ടെത്തിയത് കൊണ്ടാണ്. അവരുടെ നാമധാരികളായ ഉലമാവർഗത്തിൽ നിന്നും പാഠം ഉൾക്കൊള്ളാനും സത്യം അന്വേഷിക്കാനുമുള്ള ധൈര്യം അവരിലുണ്ട്. कि मुखालिफीन अहमदियत ഏതായിരുന്നാലും അഹമ്മദികളോട് എനിക്ക് പറയാനുള്ളത്, हरकतों और അഹമ്മദീയത്തിന്റെ എതിരാളികളുടെ गुज़श्ता दिनों ദുഷ്ടത്തരത്തിലും किसी अहमदी ने നിർലജ്ജമായ പ്രവർത്തനത്തിലും അസ്വസ്ഥരാകരുത്. കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിൽ നിന്നും ഒരു അഹമ്മദി എനിക്ക് എഴുതുകയുണ്ടായി, कदर है ഞങ്ങളുടെ പ്രദേശത്ത് ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനോടുള്ള എതിർപ്പ് വെറുപ്പ് വളരെ ശക്തമായിരിക്കുകയാണ്. और इस्लाम की ശത്രുക്കൾ ഏത് തരം തരംതാണ പ്രവർത്തിയും ചെയ്യാൻ ഒരുങ്ങിപ്പുറപ്പെട്ടിരിക്കുകയാണ്. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഫോട്ടോ വികൃതമാക്കുകയും हमारे അതോടൊപ്പം छलनी कर ഫോട്ടോയോടൊപ്പം വളരെ നിന്ദാവചനങ്ങൾ എഴുതിക്കൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തെ ഇവർ കീറി മുറിക്കുകയുമാണ് ചെയ്യുന്നത്. रिलीज पोस्टर യാജ്ഞത കണ്ട് സഹിക്കാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത്. ഹൃദയം പൊട്ടിക്കീറുമോ എന്ന് ഭയക്കുന്നു. വളരെ നീചമായ പോസ്റ്ററുകളാണ് അവർ ചുമരുകളിൽ പതിക്കുന്നത്. पोस्टर थे उन्होंने भी അത് എത്രമാത്രം അശ്ലീലം നിറഞ്ഞതാണെന്ന് വെച്ചാൽ അനഹമ്മദികളുടെ ചുമരുകളിൽ ഒട്ടിച്ച ആ പോസ്റ്ററുകൾ അത് കണ്ട് സഹിക്കാൻ കഴിയാതെ അവരിൽ ചിലർ തന്നെ അത് നീക്കിക്കളയുകയുണ്ടായി. भी लिखा है कि सब्र और दुआ ഈ പോസ്റ്ററുകൾ കാണുമ്പോൾ അറിയാതെ പൊട്ടിക്കരഞ്ഞു പോകുന്നു. ക്ഷമയോടും ദുആയോടും പ്രതികരിക്കാൻ ഞാൻ അവർക്ക് കത്തയക്കുകയുണ്ടായി. ശത്രുക്കൾ കൂക്കിവിളിയിലും പരിഹാസങ്ങളിലും മുന്നോട്ട് കുതിക്കുന്ന സന്ദർഭങ്ങളിൽ हमेशा अपने सामने നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത് ഗോപ്യനായ നമ്മുടെ പ്രിയനിൽ ഗുപ്തനാകാനാണ്. ഈ പാഠം നാം മുമ്പിൽ വെക്കുകയും പ്രാർത്ഥനയിൽ മുമ്പത്തേക്കാൾ ഉപരി ശക്തി ചെലുത്തുകയും ചെയ്യുക. इसमें फनाह होने का सबक है। അള്ളാഹുമായി ബന്ധം ശക്തിപ്പെടുത്തിക്കൊണ്ട് അവനിൽ ലയിച്ചു ചേരാനാണ് നമുക്ക് പാഠം നൽകിയിരിക്കുന്നത്. खुद दावत देने वाले ഇക്കൂട്ടർ തങ്ങളുടെ മരണത്തെ സ്വയം ആടി വിളിക്കുകയാണ് ചെയ്യുന്നത്. फरिश्तादों की അള്ളാഹുവിന്റെ हमेशा ही तबाह വരിഷ്ഠദാസരെ ये അവഹേളിക്കുന്നവർ लोग बाज ना आए എന്നും നശിച്ചു പോയിട്ടേ ഉള്ളൂ. ഇക്കൂട്ടരും തങ്ങളുടെ ഈ നീച പ്രവർത്തനങ്ങളിൽ നിന്നും പിന്തിരിയുന്നില്ലെങ്കിൽ इन पर भी अल्लाह ताला की इज़्ज़त से चलेगी। ലേഖറാമിൽ പ്രാർത്ഥനയുടെ വാൾ ചലിച്ചതുപോലെ अपने दुख अपने दर्द അള്ളാഹുവിൽ നിന്നും ഇവരുടെ മേൽ खुदा ആ വാൾ ചലിക്കുന്നതായിരിക്കും. अल्लाह ताला ऐसे शरीरों को അതിനാൽ നിങ്ങളുടെ വേദനകളും ദുഃഖങ്ങളും അട്ടഹാസങ്ങളും അള്ളാഹുവിന്റെ സവിധത്തിൽ സമർപ്പിക്കുക. जिसमें അങ്ങനെയുള്ള ദുർവൃത്തരെ അള്ളാഹു മറ്റുള്ളവർക്ക് പാഠം ഉൾക്കൊള്ളുന്ന തരത്തിൽ നശിപ്പിക്കട്ടെ. कि मैं 1904 ഏപ്രിൽ 19 के लिए दुआ ഒരു സദസ്സിൽ വെച്ച് ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയുണ്ടായി, ഞാൻ എന്റെ ജമാഅത്തിന് വേണ്ടിയും ഖാദിയാന് വേണ്ടിയും ദുആ ചെയ്യുകയായിരുന്നു. तसीक कर അപ്പോൾ ഇൽഹാമുണ്ടായി, ജീവിതത്തിന്റെ സാധാരണ രീതിയിൽ നിന്നും വളരെ അകന്നുപോയിരിക്കുന്നു. വസഹ്ഹിക്കും തസ്ഹീക പറയുന്നു, मेरी नजर
അവരെ നുറുക്കിക്കളയണമെന്ന് എന്നോട് ബന്ധപ്പെടുത്തി പറഞ്ഞ് എന്തിനാണെന്ന് എന്റെ മനസ്സിൽ ഒരു ചോദ്യചിഹ്നമായി വരികയുണ്ടായി. അപ്പോൾ ഒരു വർഷം മുമ്പ് ബൈത്തു ദുആയിൽ എഴുതി വെച്ച ആ ദുആയിലേക്ക് എന്റെ ദൃഷ്ടി പോയി. ആ ദുആ ഇതാണ്: യാ റബ്ബി ഫസ്മ ദുആയി വമസ്സിക് അഅദാക വഅദായി വഅൻജിസ് വഅദക വൻസുർ അബ്ദക വരിന അയ്യാമക വസഹിർ ലനാ ഹുസാമക വലാ തസർ മിനൽ കാഫിരീന ശരീറാ. तू मेरी दुआ सुन और अपने दुश्मनों और मेरे എന്റെ നാഥ, कर दे। എന്റെ പ്രാർത്ഥന നീ കേൾക്കണമേ. എന്റെ ശത്രുവിനെയും നിന്റെ ശത്രുവിനെയും തുണ്ടം തുണ്ടമാക്കണമേ. നിന്റെ വാഗ്ദാനം പൂർത്തിയാക്കണമേ. നിന്റെ ദാസനെ സഹായിക്കണമേ. और इनका ഞങ്ങളുടെ ദിനം നീ കാണിച്ചു തരണമേ. ഞങ്ങൾക്കായി നിന്റെ വാൾ നീ ഊരിപ്പിടിക്കണമേ. നിഷേധികളായവരിൽ ഒരു ഉപദ്രവകാരിയെയും നീ വിട്ടുകളയരുതേ. നിഷേധികൾ പലരുമുണ്ട്. എന്നാൽ ചില നിഷേധികൾ തങ്ങളുടെ നീചപ്രവർത്തനത്തിൽ അതിരുകടക്കുന്നവരായിരിക്കും. ഈ പ്രാർത്ഥന അവർക്ക് വേണ്ടിയുള്ളതാണ്. പറയുന്നു, ഈ ദുആയിലേക്ക് ദൃഷ്ടി പോയതും അതോടൊപ്പം ഈ ഇൽഹാം ലഭിച്ചതിൽ നിന്നും മനസ്സിലാകുന്നത് എന്റെ ദുആ സ്വീകാര്യതയുടെ സമയം ഇതാണെന്നാണ്. തുടർന്ന് പറയുന്നു, അള്ളാഹുവിന്റെ നടപടിക്രമം മുമ്പേ ഇപ്രകാരമാണ് ഉണ്ടായിട്ടുള്ളത്. ईमान और यकीन बढ़ता है कि वो किस तरह उन അവനാൽ നിയോഗിക്കപ്പെട്ടവരുടെ വഴിയിൽ തടസ്സമായി നിൽക്കുന്നവരെ അവൻ മാറ്റിക്കളയുന്നു. അള്ളാഹുവിന്റെ വലിയ ഫളിന്റെ ദിനങ്ങളാണിത്. ഇത് കാണുമ്പോൾ അള്ളാഹുവിന്റെ അസ്തിത്വത്തിൽ വിശ്വാസവും ദൃഢജ്ഞാനവും വർദ്ധിക്കുന്നു. അവൻ ഇത് ഏതെല്ലാം രീതിയിലാണ് പ്രകടിപ്പിക്കുന്നത് എന്ന് കാണുമ്പോൾ ഈ ദൃശ്യങ്ങൾ ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജമാഅത്തിന് അള്ളാഹു കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. पोस्टरों को अपने घरों की दीवारों पर ഒരു ഭാഗത്ത് ഈ ചീത്തവിളിയുണ്ടെങ്കിൽ മറുഭാഗത്ത് പുരോഗതികൾ തന്ന് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ഈ നാട്ടിൽ മാന്യന്മാരായ ആളുകളുമുണ്ട്. അവർ പോസ്റ്ററുകളെ തങ്ങളുടെ ചുമരുകളിൽ നിന്നും നീക്കിക്കളയുകയുണ്ടായി. എന്നാൽ അധികം പേരും ഖലീഫത്തുൽ മസീഹ് സാലിസ് റഹ്മത്തുള്ളാഹി തആല പറഞ്ഞതുപോലെ മിണ്ടാത്ത മാന്യന്മാരാണ്. മാന്യന്മാരാണെങ്കിൽ പ്രതികരിക്കാത്ത മാന്യന്മാർ. എന്നാൽ വിദ്യാസമ്പന്നരായ ഒരു വിഭാഗം ഇംഗ്ലീഷ് പത്രങ്ങളിൽ ഈ നീചവും നിർലജ്ജവുമായ പ്രവർത്തനങ്ങളെ പ്രതികരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ നാടിനെ രക്ഷിക്കുന്നതിനായി ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വെളിപാട് മുഖേന ലഭിച്ച ഈ ദുആയും നാം ചൊല്ലേണ്ടതാണ്. അങ്ങനെ ഉപദ്രവകാരികൾ നശിപ്പിക്കപ്പെടുമാറാകട്ടെ. ഈ ഉപദ്രവകാരികളിൽ നിന്നും രാജ്യത്തിലെ മാന്യന്മാർ രക്ഷപ്പെടുമാറാകട്ടെ. പ്രത്യേകിച്ച് അഹമ്മദികൾ ഇവരുടെ ഉപദ്രവങ്ങളിൽ നിന്നും രക്ഷപ്പെടുമാറാകട്ടെ. ഞാൻ പറഞ്ഞതുപോലെ ഓരോ അഹമ്മദിയും ക്ഷമയോടും പ്രാർത്ഥനയോടും മുമ്പത്തേക്കാൾ ഉപരി ജീവിതം കഴിച്ചു കൂട്ടേണ്ടിയിരിക്കുന്നു. വിവിധ പട്ടണങ്ങളിലും പ്രദേശങ്ങളിലും ഈ ഉഗ്രവാദികളുടെ ഗൂഢപദ്ധതികൾ ഉണ്ടായിക്കൊണ്ടിരിക്കാറുണ്ട്. हमारा खुदा खैरुल माकिरीन है। इनके मंसूबों को എന്നാൽ നമ്മുടെ ദൈവം ഖൈറുൽ മാക്കിരീൻ ആണ്. और उल्टा रहा है। അവരുടെ പദ്ധതികളെ അവരിലേക്ക് തന്നെ തിരിച്ചയക്കുന്നവനാണ്. അവൻ തിരിച്ചയക്കുകയും ചെയ്യുന്നുണ്ട്. महफूज रखा അവരുടെ ഭീകരമായ പദ്ധതികളിൽ നിന്നെല്ലാം നമ്മെ ഇതുവരെ സംരക്ഷിച്ചത് അവരാണ്. അതിനാൽ അള്ളാഹുവിന്റെ കോന്തലയെ ഒരിക്കലും വിട്ട് കളയരുത്. जो दिला चुका हूं നിങ്ങളുടെ പ്രവർത്തനം अपने अमलों അള്ളാഹുവിന്റെ കൽപ്പനക്കനുഗുണമാക്കി മാറ്റിക്കൊണ്ട് इज्तिमाई रंग में इसके आगे झुक जाएं। എല്ലാവരും ഒരുമിച്ച് അള്ളാഹുവിന് മുമ്പിൽ കുമ്പിടുക എന്ന് കുറച്ചു കാലമായി ഞാൻ ജമാഅത്തിനെ ഉണർത്തിക്കൊണ്ടിരിക്കുന്നു. मिजाजी से ഇങ്ങനെ ചെയ്താൽ കുറഞ്ഞ കാലത്തിനുള്ളിൽ വിപ്ലവം ഉണ്ടാകുന്നതാണ്. बारे में സ്ഥിരചിത്തതയോടുകൂടി പ്രാർത്ഥനയിൽ മുഴുകുന്നതിനെ കുറിച്ച് ഒരവസരത്തിൽ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയുണ്ടായി. ऐसे ऐसे इब्तिला भी आ जाते हैं कि कमर तोड़ देते हैं, मगर मुस्तकिल मिजाज ദുആക്കും അതിന്റെ സ്വീകാര്യതയ്ക്കും इन इब्तिला ഇടയിലുള്ള കാലത്തിൽ ചില സന്ദർഭങ്ങളിൽ പരീക്ഷണങ്ങളുടെക്കുമേൽ പരീക്ഷണങ്ങൾ വരുന്നു. നമ്മെ ക്ഷീണിപ്പിച്ചു കളയുന്ന പരീക്ഷണങ്ങൾ വരെ വരുന്നു. എന്നാൽ സ്ഥിരചിത്തരും സൽപ്രകൃതരുമായവർ ഈ പരീക്ഷണഘട്ടങ്ങളിൽ പോലും തങ്ങളുടെ നാഥന്റെ സഹായത്തിന്റെ സുഗന്ധം നുകരുന്നവരാണ്. ഇതിനുശേഷം സഹായം വരുമെന്ന് അവർ തങ്ങളുടെ ഉൾക്കാഴ്ചയോടെ കാണുന്നു. इब्तिला बढ़ता जावे गा ഈ പരീക്ഷണങ്ങൾ വരുന്നതിൽ അടങ്ങിയിരിക്കുന്ന ഒരു രഹസ്യം ദുആക്കായി ആവേശമുണ്ടാകുന്നു. അസ്വസ്ഥതയും പരിഭവവും വർദ്ധിക്കുന്നതനുസരിച്ച് ആത്മാവിൽ ഉള്ളുരക്കവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതാണ്. नहीं होना चाहिए। ഇത് ദുആ സ്വീകാര്യതയുടെ കാരണങ്ങളിൽപ്പെട്ടതാണ്. അതിനാൽ ഒരിക്കലും ഭയപ്പെടരുത്. അക്ഷമയും അസ്വസ്ഥതയും കാരണം अल्लाह ताला की തന്റെ നാഥനെക്കുറിച്ച് ദുർധാരണ വെച്ച് പുലർത്തരുത്. दुआएं कबूल फरमाने वाला है। എന്റെ ദുആ സ്വീകരിക്കപ്പെടുകയില്ലെന്നോ ഒരിക്കലും ധരിക്കരുത്.
അങ്ങനെയുള്ള ധാരണ ദുആ സ്വീകരിക്കുന്നവനാണെന്ന അള്ളാഹുവിന്റെ സിഫത്തിനെ നിഷേധിക്കലായിരിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനുഷ്യൻ ചിന്തിക്കുകയാണെങ്കിൽ അവനറിയാതെ പ്രാർത്ഥന കേൾക്കുന്നവനാണെന്ന അള്ളാഹുവിന്റെ സിഫത്തിനെ നിഷേധിക്കുന്നവരായി മാറുന്നതാണ്. അതിനാൽ സ്ഥിരചിത്തതയോടുകൂടി പ്രാർത്ഥിക്കുന്ന ശീലം നമ്മിൽ ഉണ്ടാക്കി തീർക്കുകയാണ് വേണ്ടത്. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉദ്ധരണികളിലൂടെ ഞാൻ വിവരിച്ച ദുആയുടെ നിബന്ധനകൾ അനുസരിച്ച് പ്രാർത്ഥിക്കുകയാണ് നാം ചെയ്യേണ്ടത്. അള്ളാഹുവിന്റെ വാക്ക് ഒരിക്കലും കളവാകില്ലെന്ന ഉറച്ച വിശ്വാസം നമുക്കുണ്ടായിത്തീരേണ്ടതാണ്. അള്ളാഹു പറയുന്നു, ഉജീബു ദഅവത്തദ്ദാഇ ഇദാ ദഅൻ, ദുആയെ അതിന്റെ നിബന്ധനകളോടുകൂടി ചെയ്യുക, ഞാൻ സ്വീകരിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ദുആ സ്വീകരിക്കാതിരിക്കാൻ ഒരു പഴുതും ഇല്ല തന്നെ. എന്നാൽ സ്വീകാര്യതയുടെ കാര്യവും അള്ളാഹു തന്റെ കരങ്ങളിലാണ് വെച്ചിരിക്കുന്നത്. ഓരോ പരീക്ഷണഘട്ടവും നമ്മെ അള്ളാഹുവിലേക്ക് കുനിയുന്നത് ആക്കി മാറ്റുകയാണെങ്കിൽ സ്വീകാര്യതയും നാം കാണുന്നതാണ്. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മറ്റൊരു ഉദ്ധരണി കൂടി കൽപ്പിക്കുകയാണ്. പറയുന്നു, ക്ഷമയിൽ പരിപൂർണത കൈവരിക്കാത്തിടത്തോളം ആരും തന്നെ ദുആയിൽ നിന്നും അനുഗ്രഹങ്ങൾ കരസ്ഥമാക്കുന്നതല്ല. സ്ഥിരചിത്തതയോടുകൂടി ദുആ ചെയ്തുകൊണ്ടേയിരിക്കേണ്ടതാണ്. അള്ളാഹുവിനെ കുറിച്ച് ഒരിക്കലും ദുർധാരണയോ ദുർഭാവനയോ വെച്ച് പുലർത്തരുത്. സർവശക്തി പ്രഭാവങ്ങളുടെയും ശക്തി കേന്ദ്രമായി അവനെ കരുതുക, ദൃഢമായി വിശ്വസിക്കുക, തുടർന്ന് ക്ഷമയോടുകൂടി ദുആയിൽ മുഴുകുക. അള്ളാഹു ദുആ സ്വീകരിക്കുന്ന ഒരു സമയം വന്നു ചേരുന്നതാണ്. അവൻ മറുപടി നൽകുകയും ചെയ്യുന്നതാണ്. ഈ ഉരുപ്പടി ഉപയോഗിച്ചവർ ഒരിക്കലും ദുർഭാഗ്യന്മാരെയോ ലക്ഷ്യം കാണാത്തവരോ ആയിട്ടില്ല. അവർ അവരുടെ ലക്ഷ്യം നേടുകയാണ് ചെയ്തിരിക്കുന്നത്. അള്ളാഹുവിന്റെ കഴിവുകളും ശക്തികളും അനന്തമാണ്. മനുഷ്യ സൃഷ്ടിപ്പിന്റെ പൂർത്തീകരണത്തിന് ഒരു നീണ്ട കാലാവധി അവൻ വെച്ചിട്ടുണ്ട്. അതിനെ അവൻ മാറ്റുകയില്ല. തനിക്ക് വേണ്ടി ഈ നിയമം മാറ്റണമെന്ന് ആരാണ് ആഗ്രഹിക്കുന്നത്, അവൻ അള്ളാഹുവിന്റെ സവിധത്തിൽ ധിക്കാരവും അപമര്യാദയും കാണിക്കുകയാണ് ചെയ്യുന്നത്. ചിലർ അക്ഷമരായി പ്രവർത്തിക്കാറുണ്ട്. ചെപ്പടി വിദ്യക്കാരൻ കാണിക്കുന്നത് പോലെ എല്ലാം ഉടനടി ആകണമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. എന്നാൽ എനിക്ക് പറയാനുള്ളത്, ഒരാൾ അക്ഷമ കാണിക്കുകയാണെങ്കിൽ അവർക്ക് അള്ളാഹുവിന് എന്ത് നഷ്ടമാണ് വരുത്താൻ സാധിക്കുക? അവൻ തനിക്ക് സ്വയം നഷ്ടം വരുത്തുകയാണ് ചെയ്യുന്നത്. അക്ഷമ കാണിച്ചു നോക്കുക, എവിടെ എന്ത് സംഭവിക്കും എന്ന് പിന്നീട് അവർക്കറിയാം. യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രിയമകൻ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം സഹോദരന്മാരുടെ ഉപദ്രവം കാരണമായി അദ്ദേഹത്തിൽ നിന്നും അകന്നു പോയപ്പോൾ അദ്ദേഹം 40 വർഷം വരെ അദ്ദേഹത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹം ധൃതി കാണിച്ചിരുന്നുവെങ്കിൽ ഒരു ഫലവും പ്രകടമാകുമായിരുന്നില്ല. 40 വർഷം വരെ ദുആയിൽ മുഴുകിയിരുന്നു. അള്ളാഹുവിന്റെ കുദ്റത്തിൽ വിശ്വാസമർപ്പിച്ചു. അവസാനം 40 വർഷത്തിന് ശേഷം ആ പ്രാർത്ഥനകൾ യൂസുഫിനെ വലിച്ചുകൊണ്ടുവരികയുണ്ടായി. ഈ നീണ്ട കാലത്തിനിടയിൽ ആക്ഷേപിക്കുന്നവർ നീ യൂസുഫിന് വേണ്ടി വെറുതെ പ്രാർത്ഥിക്കുകയാണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ അറിയാത്തത് അള്ളാഹുവിൽ നിന്നും ഞാൻ അറിയുന്നു എന്നാണ്. അദ്ദേഹത്തിന് എന്താണ് സംഭവിക്കുക എന്നതിനെക്കുറിച്ച് അറിവ് ലഭിച്ചിരുന്നില്ല. അദ്ദേഹം പറഞ്ഞത് ഇന്നി ലാജിദു റീഹ യൂസുഫ എന്നാണ്. ദുആയുടെ കാലം വളരെ ദീർഘിച്ചു പോയി എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ദുആ സ്വീകരിക്കപ്പെടുമായിരുന്നില്ലെങ്കിൽ അള്ളാഹു നേരത്തെ അറിവ് നൽകുമായിരുന്നു. എന്നാൽ ദുആയുടെ സമയം ദീർഘിക്കുക എന്നത് തന്നെ സ്വീകരിക്കപ്പെടും എന്നതിനുള്ള തെളിവായിരുന്നു. മാന്യനായ വ്യക്തി യാചകനെ കുറെ നേരം ഇരുത്തി ഒന്നും നൽകാതെ പറഞ്ഞയക്കുകയില്ല. പിശുക്കനിൽ പിശുക്കനായ വ്യക്തി പോലും അങ്ങനെ ചെയ്യില്ല. യാചകനെ കുറെ നേരം തന്റെ കവാടത്തിൽ നിർത്തുന്ന വ്യക്തി അവസാനം എന്തെങ്കിലും നൽകുന്നതാണ്. നമ്മുടെ ദുആകളും നാം അനുഭവിക്കുന്ന വേദനകളും നമ്മുടെ ഹൃദയത്തെ കീറിമുറിക്കുന്നതും ഒന്നും തന്നെ നമ്മുടെ വ്യക്തിപരമായ കാരണത്താലല്ല, കാലഘട്ടത്തിന്റെ ഇമാമിനെ വിശ്വസിച്ചതുകൊണ്ടാണ് നാം ആക്രമിക്കപ്പെടുന്നത്. അള്ളാഹുവിന്റെ വരിട്ടദാസനെയും അവന്റെ പ്രിയനെയും ഇക്കാലത്ത് വിശ്വസിച്ചതുകൊണ്ടാണ് നാം മർദ്ദനത്തിന് വിധേയരായിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം നാം സഹിക്കുന്നത് അള്ളാഹുവിന് വേണ്ടിയാണ്. അവന് വേണ്ടി സഹിക്കുമ്പോൾ അവൻ നമ്മുടെ പ്രാർത്ഥനകളും തീർച്ചയായും കേൾക്കുന്നതാണ്. അവൻ കേൾക്കുന്നുണ്ട്. അഹമ്മദിയ ജമാഅത്തിന്റെ വളർച്ച അള്ളാഹു നമ്മോടൊപ്പം ഉണ്ടെന്നതിനുള്ള പ്രത്യക്ഷ തെളിവാണ്. ഞാൻ പറഞ്ഞതുപോലെ ശത്രുക്കളുടെ പദ്ധതികൾ
വളരെ ഭീകരമാണ്. मसीह अलैहिस्सलाम എന്നാൽ അതിൽ നിന്നും രക്ഷപ്പെടുക എന്നത് അള്ളാഹുവിന്റെ കൃപയും കാരുണ്യവും और हमारे ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചെയ്തിരിക്കുന്ന വാഗ്ദാനങ്ങളും കാരണമായാണ്. नजारे दिखा रहा है അതോടൊപ്പം നമ്മുടെ വിശ്വാസ ദൃഢീകരണത്തിനായി कि ശത്രുക്കളുടെ പദ്ധതികൾ പല സ്ഥലത്തും അള്ളാഹു തകർത്ത് കാണിക്കുകയും ചെയ്യുന്നു. पाकिस्तान में नहीं, दुनिया के मुख्तलिफ ममालिक में भी मुखालफत है, പാകിസ്ഥാനിൽ മാത്രമല്ല रुक नहीं रही। ലോകത്ത് പല രാജ്യങ്ങളിലും यूरोपियन എതിർപ്പുകളുണ്ട്. എന്നിട്ടും ജമാഅത്തിന്റെ വളർച്ച നിലച്ചുപോയിട്ടില്ല. യൂറോപ്യൻ പാർലമെന്റിൽ ഞാൻ പോയപ്പോൾ ഒരു പത്രപ്രതിനിധി എന്നോട് ചോദിച്ചു, മറ്റു മുസ്ലിങ്ങളെ വെച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ സ്ഥാനം എന്താണ്, लाया നിങ്ങളുടെ അംഗസംഖ്യ എത്രയാണ്, के बाद എത്ര സ്വാധീനം നിങ്ങൾക്കുണ്ട്. कि फिर दुनिया में तुम्हारी നമ്മുടെ അംഗസംഖ്യ ചോദിച്ചതിന് ശേഷം അത് പറഞ്ഞാൽ അദ്ദേഹം ഉടനെ ചോദിക്കുന്നത്, നിങ്ങൾ ലോകത്തിന് നൽകാൻ ഉദ്ദേശിക്കുന്ന സ്നേഹത്തിന്റെയും ശാന്തിയുടെയും ഈ സന്ദേശം ഇത്ര ആളുകൾ മാത്രം ഉണ്ടായിരിക്കെ എന്ത് സ്വാധീനമാണ് ലോകത്ത് ചെലുത്തുക എന്നായിരിക്കും എന്ന് ഉടനെ എന്റെ മനസ്സിൽ വരികയുണ്ടായി. ताला का जवाब फौरन അപ്പോൾ जो उन्होंने यहाँ എനിക്കുടനെ ഓർമ്മ വന്നത് ബ്രിട്ടനിൽ വെച്ച് ഒരു പത്രപ്രതിനിധിക്ക് ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് സാലിസ് നൽകിയ മറുപടിയാണ്. फरमाया था कि അന്ന് ചോദിച്ചിരുന്നത് നിങ്ങളുടെ അംഗസംഖ്യ എത്രയാണെന്നാണ്. वो एक അദ്ദേഹം അന്ന് നൽകിയിരുന്ന മറുപടി ഇതായിരുന്നു, कर लो कि आइंदा इतने अरसे में हम कितने ഇന്നേക്ക് 93 വർഷങ്ങൾക്ക് മുമ്പ് ഒരാളായിരുന്നു, ഇപ്പോൾ 1 കോടിയുടെ അടുത്തെത്തിയിട്ടുണ്ട് ഞങ്ങൾ. അടുത്ത ഭാവിയിൽ ഞങ്ങൾ എത്ര കണ്ട് വർദ്ധിക്കും എന്ന് കണക്ക് കൂട്ടി നോക്കുക. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, 123 വർഷം ഇപ്പോൾ ജമാഅത്ത് പിന്നിട്ടിരിക്കുന്നു. असर रखने वाली जमात के तौर അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഇപ്പോൾ ഞങ്ങൾ കോടിക്കണക്കിനുണ്ട്. നല്ല സ്വാധീനമുള്ള ഒരു സംഘമായി ഞങ്ങൾ ലോകത്തിന് മുമ്പിൽ വരുന്ന ആ നാളുകളും വിദൂരമല്ല. तुम्हारा सवाल लगता है कि यही था, तसल्ली होगी तो उसने ഞാൻ ഈ മറുപടി പറഞ്ഞപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, ഇതായിരുന്നു താങ്കൾ ഉദ്ദേശിച്ചത്? പറഞ്ഞു, അതെ. എന്നാൽ നാം ഒരു കാര്യം മനസ്സിലാക്കി വെക്കണം, ഭൗതികമായ ताला की हुकूमत നേട്ടങ്ങൾക്കായിരിക്കില്ല നമ്മുടെ സ്വാധീനം ഉപയോഗപ്പെടുത്തുന്നത്, मोहब्बत और प्यार മറിച്ച് അള്ളാഹുവിന്റെ അധികാരത്തെ ലോകത്ത് സ്ഥാപിക്കുന്നതിനും बस സ്നേഹവും സൗഹാർദ്ദവും ലോകത്ത് വ്യാപിപ്പിക്കുന്നതിനും വേണ്ടിയായിരിക്കും. होने की जरूरत नहीं कि मुखालफीन के അതിനാൽ എതിരാളികളുടെ എതിർപ്പുകൾ നമ്മുടെ പ്രവർത്തനങ്ങളിൽ നിന്നും നമ്മെ तरक्की में रोक बन सकते हैं। നീക്കിക്കളയുമെന്നോ അത് നമ്മുടെ പുരോഗതിക്ക് തടസ്സമാകുമെന്നോ ഉള്ള और ना सिर्फ അസ്വസ്ഥതയ്ക്ക് ഒരു ഇടവുമില്ല. പുരോഗതി അള്ളാഹു നമുക്ക് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് പുരോഗതി കാണിച്ചു തരിക മാത്രമല്ല, वालों വരും ജീവിതത്തിൽ അള്ളാഹുവിന്റെ വരിഷ്ഠരുമായി ചേർന്നു നിൽക്കുന്നവരുടെ हमारे लिए तसल्ली और सकीनत के समान भी फरमा दिए हैं। അവസ്ഥയും അവരുടെ എതിരാളികളുടെ അവസ്ഥയും വിവരിച്ചുകൊണ്ട് നമുക്ക് ആശ്വാസവും സംതൃപ്തിയും പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. ഞാൻ പ്രാരംഭത്തിൽ ഓതിയ ആയത്തുകളിൽ ഈ ചിത്രമാണ് रब्बना വരച്ചു കാട്ടുന്നത്. शिकवतना പറയുന്നു, कौमन दाल ഖാലു റബ്ബന ഗലബത് അലൈനാ ശിഖ്വത്തുനാ कहेंगे വകുന്ന ഖൗമുൻ ളാല്ലീൻ. അവർ എതിരാളികൾ ഇപ്രകാരം പറയും, ഞങ്ങളുടെ നാഥ, हम एक गुमराह कौम थे, ഞങ്ങളുടെ ദൗർഭാഗ്യം रीना मिन्हा ഞങ്ങളുടെ മേൽ വിജയിച്ചു, ഞങ്ങൾ വഴിപിഴച്ച ജനങ്ങളായിരുന്നു. से निकाल ले, റബ്ബന അഖ്രിജ്നാ മിൻഹാ ഫഇൻ ഉദ്നാ ഫഇന്നാ ളാലിമൂൻ. ऐसा करे ഞങ്ങളുടെ നാഥ, ഞങ്ങളെ ഇതിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരണമേ, അതായത് നരകത്തിൽ നിന്നും ഞങ്ങളെ പുറത്താക്കണമേ. ഇനി ഞങ്ങൾ അങ്ങനെ തന്നെ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ക്രിമികൾ തന്നെയായിരിക്കും. वही रहो। ഖാല അഖ്സൗ ഫീഹാ വലാ തുകല്ലിമൂൻ. അവൻ പറയും, നിന്ദ്യരായും കൊണ്ട് അതിലേക്ക് തന്നെ പോവുക, നരകത്തിൽ തന്നെ നിൽക്കുക, എന്നോട് നിങ്ങൾ മിണ്ടിപ്പോകരുത്. ഇന്നഹു കാന ഫരീഖും മിൻ ഇബാദി യഖൂലൂന റബ്ബനാ ആമന്നാ ഫഗ്ഫിർ ലനാ വർഹംനാ വഅൻത ഖൈറുൽ റാഹിമീൻ. എന്റെ ദാസന്മാരിൽ ഒരു വിഭാഗക്കാർ ഇപ്രകാരം പറയുന്നവരുണ്ടായിരുന്നു, ഞങ്ങളുടെ നാഥ, ഞങ്ങൾ വിശ്വസിച്ചു, അതിനാൽ ഞങ്ങൾക്ക് പുറത്തു തരണമേ, ഞങ്ങൾക്ക് കരുണ ചെയ്യണമേ, നീ കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും ഉത്തമനാണല്ലോ. ഫത്തഖസ്തുമൂഹും സഖ്രിയൻ ഹത്താ അൻസൗകും സിക്രി വകുൻതും മിൻഹും തളഹഖൂൻ. അപ്പോൾ നിങ്ങൾ അവരെ പരിഹാസപാത്രമാക്കി, അങ്ങനെ അവർ നിങ്ങൾക്ക് എന്റെ സ്മരണയെ മറപ്പിച്ചു കളഞ്ഞു. सबरू अन्नहुम हुमुल फाइज। നിങ്ങൾ അവരെ പറ്റി ചിരിക്കുകയായിരുന്നു. ഇന്നി ജസൈതുഹുമുൽ യൗമ ബിമാ സബറു അന്നഹും ഹുമുൽ ഫായിസൂൻ. അവർ സ്ഥിരചിത്തരായിരുന്നത് കൊണ്ട് ഇന്ന് ഞാൻ അവർക്ക് പ്രതിഫലം നൽകിയിരിക്കുന്നു, തീർച്ചയായും അവരാണ് വിജയികൾ. जिंदगी ശത്രുത വെക്കുകയും ജീവിതത്തിന്റെ രീതിയിൽ നിന്നും जहान में जा അകന്നിരിക്കുകയും ചെയ്യുന്നവരുടെ പര്യവസാനമാണിത്.
तो फिर कहीं പരലോകത്ത് ചെല്ലുമ്പോൾ ഇവർക്ക് യാഥാർത്ഥ്യങ്ങൾ വെളിപ്പെടുമ്പോൾ घेर कर यहाँ तक അവർ പറയും, ഞങ്ങളുടെ ദൗർഭാഗ്യം अल्लाह हमें ഞങ്ങളെ ഇവിടം വരെ എത്തിച്ചു എന്ന്. हम कभी അതുകൊണ്ട് अगर हम ऐसा करें तो जुल्म करने അവർ പറയും, लेकिन खुदा ताला फरमाएगा അള്ളാഹുവെ, ഒരു പ്രാവശ്യം ഞങ്ങളെ തിരിച്ചയക്കണമേ. ഇനി ഞങ്ങൾ ഒരിക്കലും ധിക്കരിക്കുകയില്ല. ഞങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അക്രമികൾ തന്നെയായിരിക്കും. എന്നാൽ അള്ളാഹു പറയും, ഇത് എന്റെ നിയമമല്ല. ഇതുവരെ ചെയ്ത പ്രവർത്തനത്തിനുള്ള ശിക്ഷ ഇവിടെ അനുഭവിക്കുക. എന്റെ മുമ്പിൽ നിന്നും ദൂരെ പോവുക. നിങ്ങളുടെ വാസസ്ഥലം നരകം തന്നെ. ഇതിൽ പ്രവേശിക്കുക. നിങ്ങളുടെ ഒരു കാര്യവും ഒരു നിലവിളിയും കേൾക്കുന്നതല്ല. കാര്യങ്ങൾ കേൾക്കുകയും നിലവിളികൾ ശ്രദ്ധിക്കുകയുമെല്ലാം ചെയ്യുന്നത് സജ്ജനങ്ങളുടേതാണ്. ഈ ലോകത്ത് അക്രമങ്ങൾ ചെയ്ത് പരലോകത്ത് വെച്ച് നിലവിളിച്ചാൽ അവിടെ ഒന്നും പരിഗണിക്കപ്പെടുന്നതല്ല. सलूक का जिक्र फरमाया है। അള്ളാഹുവിന്റെ വരിഷ്ഠദാസരെ എതിർക്കുന്നവരുടെ അവസ്ഥയാണ് അള്ളാഹു ഇവിടെ വിവരിച്ചിരിക്കുന്നത്. बंदे की माफी തന്റെ ദാസർ എപ്പോഴാണ് മാപ്പ് ചോദിക്കുന്നതെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന ദൈവം यहाँ तो ഇപ്പോൾ സമയം കഴിഞ്ഞെന്ന് പറഞ്ഞ് പരലോകത്ത് അവരെ ദൂരപ്പെടുത്തുന്നതാണ്. उस दुनिया में അവിടെ പ്രവർത്തനങ്ങളുടെ പരിണിത ഫലമാണ് ലഭിക്കുക. ഈ ലോകത്ത് നിങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങളുടെ ഫലം. എന്റെ ദാസരുടെ ഹൃദയത്തെ കുത്തിനുറുക്കിയ പ്രവർത്തനങ്ങൾ, എന്റെ ദീനിന്റെ മഹത്വം സ്ഥാപിക്കാനായി പ്രവർത്തിക്കുന്നവരോട് നിങ്ങൾ എടുത്ത നിലപാട്, എന്റെ പ്രവർത്തനത്തെ അവർ മുന്നോട്ട് നയിക്കാൻ തുടങ്ങിയപ്പോൾ നിങ്ങൾ അവരുടെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ഇരുന്നത്, बल्कि उन पर മറ്റുള്ളവരെ അവരുടെ കാര്യങ്ങൾ കേൾക്കുന്നതിൽ നിന്നും തടയുക മാത്രമല്ല, അവരെ അതിക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. ഇതിനെല്ലാം തന്നെ ശിക്ഷ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എന്റെ പേരിലുള്ള കലിമ ചൊല്ലുന്നവരെ നിങ്ങൾ പരിഹാസത്തിന് പാത്രമാക്കുകയുണ്ടായി. അവരുടെ രക്തം കൊണ്ട് ഹോളി കളിക്കുകയുണ്ടായി. അതിനാൽ अल्लाह ताला फरमाएगा ഇന്ന് ഇവിടെ എന്തിനാണ് മാപ്പ് ചോദിക്കുന്നത്? जो मेरे हुक्म ഇന്ന് നിങ്ങളുടെ കാര്യമൊന്നും കേൾക്കുന്നതല്ല. वादे के मुताबिक അതിനാൽ നിങ്ങളുടെ വാസസ്ഥലമായ നരകത്തിലേക്ക് നിങ്ങൾ പോവുക, मान लाए അവിടെ ജീവിക്കുക. काबिल है അള്ളാഹു പറയും, എന്റെ ദാസർ എന്റെ കൽപ്പന പ്രകാരം എന്റെ വാഗ്ദാന പ്രകാരം വന്ന വരിഷ്ഠദാസനിൽ വിശ്വസിച്ചവർ जगह दूं दुनिया में उन पर किए गए जुल्मों की जजा അവർ കാരുണ്യത്തിന് ഇന്ന് അർഹരായിത്തീരുന്നതാണ്. डाल അവരുടെ കാര്യങ്ങളാണ് ഞാൻ കേൾക്കുക. दुनिया में എന്റെ പ്രീതിയുടെ സ്വർഗത്തിൽ उनकी जजा अब अगले जहान में അവർക്ക് ഞാൻ ഇന്ന് ഇടം നൽകുന്നതാണ്. അവരോട് ലോകത്ത് ചെയ്തിരിക്കുന്ന അക്രമത്തിന് പകരം സ്നേഹത്തിന്റെ ദൃഷ്ടി ഞാൻ അവരിൽ പതിപ്പിച്ചുകൊണ്ട് जुल्म करते रहे അവർക്ക് ഞാൻ പ്രതിഫലം നൽകുന്നതാണ്. और उन ഈ ലോകത്തുള്ള പ്രവർത്തനത്തിന്റെ പ്രതിഫലം പരലോകത്ത് कि तुम मेरी പല മടങ്ങ് വർദ്ധിപ്പിച്ച് ഞാൻ നൽകുന്നതാണ്. എന്റെ ദാസരെ അക്രമത്തിന് കുറിമാനമാക്കിയവരെ, അവരെ ആക്രമിക്കുന്നതിലും പരിഹസിക്കുന്നതിലും നിങ്ങൾ മുഴുകിയത് കാരണം എന്നെ സ്മരിക്കുന്നത് പോലും നിങ്ങൾ മറന്നുപോയിരിക്കുന്നു. ഒരു വിശ്വാസിയെ മനഃപൂർവ്വം വേദനിപ്പിക്കുന്നതും അവരെ വധിക്കുന്നതും നിങ്ങളെ നരകത്തിന്റെ തീകുണ്ഡത്തിലേക്ക് കൊണ്ടുപോകുന്നതാണെന്ന് എന്റെ കൽപ്പന നിങ്ങൾ മറന്നുപോയി. അള്ളാഹുവിന്റെയും അവന്റെ സൃഷ്ടികളുടെയും കടമകൾ നിറവേറ്റണമെന്ന കൽപ്പനയും നിങ്ങൾ മറന്നുപോയി. ദൈവത്തിന്റെ കൽപ്പനകളെല്ലാം നിങ്ങൾ മറന്നത് കാരണം, അവനെ സ്മരിക്കുന്നതിൽ ശ്രദ്ധയില്ലാത്തത് കാരണം, അള്ളാഹുവിന്റെ കൽപ്പനകളെ തങ്ങളുടെ ഇഷ്ടപ്രകാരം വളച്ചൊടിച്ചത് കാരണം എനിക്ക് നിങ്ങളുമായി ഒരു ബന്ധവുമില്ല. तुमने मजलूमों മർദ്ദിതരുടെ സ്വത്തുക്കൾ നിങ്ങൾ കൊള്ളയടിച്ചു, അത് കത്തിച്ച് ചാമ്പലാക്കി, उन्हें आगे लगा അത് പിടിച്ചെടുത്തു. അവരുടെ ബിസിനസ്സുകളെ നിങ്ങൾ തകർത്തു കളഞ്ഞു. പങ്കാളിത്ത കച്ചവടമായിരുന്നെങ്കിൽ അവരുടെ പങ്ക് നിങ്ങൾ തിന്നുമുടിച്ചു. अगर मुश्तरका कारोबार थे तो उनके पैसे खा गए ചുരുക്കത്തിൽ നിങ്ങൾ ചെയ്ത അക്രമത്തിന്റെ लंबी फहरिस्त ഒരു നീണ്ട പട്ടിക തന്നെ ഉണ്ട്. അതിനാൽ ഈ നരകം തന്നെയാണ് നിങ്ങൾക്ക് ശിക്ഷയായി വിധിക്കപ്പെട്ടിരിക്കുന്നത്. ഇതാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഒരു രീതിയിലുമുള്ള ശിക്ഷാ ലഘൂകരണത്തെക്കുറിച്ചോ വിട്ടുവീഴ്ചയെക്കുറിച്ചോ എന്നോട് ഒന്നും മിണ്ടണ്ട. आने वालों തുടർന്ന് വിശ്വാസികളെക്കുറിച്ചും പൊറുക്കലിനെ തേടുന്നവരെക്കുറിച്ചും അള്ളാഹു പറയുന്നു, നിങ്ങളുടെ ക്ഷമയും സ്ഥിരതയും വിശ്വാസത്തിലുള്ള ദൃഢതയും ईमान में मजबूती എന്നോടുള്ള ബന്ധം കാരണം, എന്റെ മുമ്പിൽ കുമ്പിട്ടത് കാരണം, എന്റെ ദാസർ ആയത് കാരണം നിങ്ങൾ വിജയികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നതാണ്. कामयाब लोग हैं। അള്ളാഹുവിന്റെ പ്രീതിക്ക് പാത്രമായി നിങ്ങൾ മാറുന്നതാണ്. अल्लाह ताला का रहम और बख्शिश हासिल करने वाले हैं।
അള്ളാഹുവിന്റെ കരുണയും പൊറുക്കലും आयात की रूह കരസ്ഥമാക്കുന്നവരാണ്. मोमिन और गैर मोमिन का फर्क। अल्लाह ताला हमें उन लोगों में शामिल फरमाए ഒരു വിശ്വാസിയും അവിശ്വാസിയും തമ്മിലുള്ള വ്യത്യാസമാണ് ഈ ആയത്തിൽ അള്ളാഹു പറഞ്ഞിരിക്കുന്നത്. हमारी हर किस्म की कोताहियों അള്ളാഹുവിന്റെ കാരുണ്യവും പൊറുക്കലും കരസ്ഥമാക്കുന്നവരിൽ അവൻ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ എല്ലാ തരത്തിലുള്ള കുറവുകളും പോരായ്മകളും അവൻ മറച്ചുവെക്കട്ടെ. ധൃതിയോടുകൂടി ദുആയിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിയുമാറാകട്ടെ. വിജയികളുടെ ഗണത്തിൽ നാം എണ്ണപ്പെടുമാറാകട്ടെ. अल्हम्दुलिल्लाह नहमदुहु व नस्तईनुहु व नस्तगफिरुहु व नु'मिनु बिही व नतवक्कलु अलैहि व नऊज़ु बिल्लाहि मिन शुरूरि अनफुसिना व मिन सय्यिआति अमालिना من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.